ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. IMS അമ്മയുടെ സവിധത്തിൽ നിന്നും നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനങ്ങൾ. വ്യാജമായ കുറ്റാരോപണങ്ങളും പീഡനങ്ങളും ആക്ഷേപങ്ങളും മാനസികമായും ശാരീരികമായും വ്യക്തികളെ തകർക്കുകയും തളർത്തുകയും ചെയ്യും. ഇവയെ ക്രിയാത്മകമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർ വളരെ വിരളമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ കർത്താവായ ഈശോ പറയുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ ഫലം വലുതായിരിക്കും. 1 പത്രോസ് 2-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നമ്മൾ നന്മ ചെയ്യുന്നു, പലപ്പോഴും നമുക്ക് തിരിച്ചു കിട്ടുന്നത് തിന്മയാണ്. എന്നാൽ ആ തിന്മ ദൈവിക സന്നിധിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു തിന്മ വളരെ അസഹ്യമായിരുന്നു പൗലോസിന്. അദ്ദേഹം പല പ്രാവശ്യം കർത്താവായ ഈശോയോട് ചോദിച്ചു, ആ വേദന, ആ മുള്ള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കണമേ എന്ന്. അപ്പോഴൊക്കെ കർത്താവായ ഈശോ പറഞ്ഞ ഉത്തരം ഇതാണ്. 2 കൊറിന്തോസ് 12-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും ധൈര്യത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. ചിന്തയിലൂടെയോ സാമീപ്യത്തിലൂടെയോ അസ്വസ്ഥതയും വേദനയും ജനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കുരിശുകളാണ്. നമ്മോട് വിശ്വാസവഞ്ചന കാട്ടിയവർ, നമ്മെ അംഗീകരിക്കാത്തവർ, പീഡിപ്പിച്ചവർ തുടങ്ങി വേദനിപ്പിക്കുന്ന രോഗങ്ങളും പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളും വരെ നമ്മുടെ ശത്രുക്കളും കുരിശുകളുമാണ്. കർത്താവായ ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിത്തീരും. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ ഈശോയ്ക്ക് യോഗ്യരായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരിശുമെടുത്ത് കർത്താവായ ഈശോയുടെ പിന്നാലെ പോകണം എന്ന് കർത്താവായ ഈശോ ആഗ്രഹിക്കുകയാണ്. ഉരുകിയ മനസ്സിൻ്റെ ബലിയെയും യാഗത്തെയും കാൾ സ്വീകാര്യമായി കരുതുന്നത്, അവിടത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതാണ്, അവിടുത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അന്തകരണത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപ നമ്മളിലേക്ക് കടന്നു വരട്ടെ. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് തിരുഹിതങ്ങൾ അനുവർത്തിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാനായിട്ടുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനനെ പോലെ നമുക്ക്
പറയുവാനായിട്ട് സാധിക്കണം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഉറച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ കരം എനിക്ക് താങ്ങായിരിക്കട്ടെ. കർത്താവ് ഈ സമയത്ത് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരം താങ്ങായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. IMS അമ്മ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമേൻ.